നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഭാരത് മാതാ വിഷയത്തിൽ മറുപടിയുമായി ഗവർണർ. വിഷയം വിവാദമാക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ആ സങ്കല്പത്തെ കാണാനാകണമെന്നും ഗവർണർ. നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം മുറുകുന്നു. പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് വനം മന്ത്രി. പ്രസ്താവന തിരുത്തി മാപ്പു പറയണമെന്നും രാജിവെക്കണമെന്നും പ്രതിപക്ഷം. രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിക്കണമെന്ന് CPM. മരിച്ച അനന്തുവിന് വിട നൽകി നാട്. മുഖ്യപ്രതി വിനീഷ് അറസ്റ്റ്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായ വ്യവസായിയാണ് സാബു ജേക്കബ് എന്ന് മന്ത്രി P. രാജീവ്. കിറ്റക്സ് വളർന്നത് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണമെന്നും മന്ത്രി. കേരളത്തിൽ വ്യവസായം നടത്തുന്നത് മന്ത്രി P. രാജീവിന്റെ ഔദാര്യത്തിലല്ലെന്നും ആരുടെയും പിതൃസ്വത്തല്ല കേരളമെന്നും കിറ്റക്സ് MD സാബു ജേക്കബ്. മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് നടൻ കൃഷ്ണകുമാർ. ഫ്ളാറ്റിലേക്ക് ജീവനക്കാരെ വിളിച്ച് ചോദ്യം ചെയ്തത് വിവരങ്ങൾ അറിയാൻ, കൃത്യമായി നികുതി അടയ്ക്കുന്നവരെന്നും വിശദീകരണം. സത്യം കണ്ടെത്താൻ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ പോലീസ്. ഇടുക്കി ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റി. പരിശോധനകൾക്ക് ശേഷം തുറന്നുവിടും. നായ ഒപ്പമുണ്ടായിരുന്നതിനാൽ പേവിഷബാധ വാക്സിൻ നൽകും. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസ് ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നറിനെ നേരിടും. മലപ്പുറം വഴിക്കടവിൽ പന്നിയെ പിടികൂടാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച അനന്തുവിന് ജന്മനാടിന്റെ യാത്രാമൊഴി. സഹപാഠികളും അധ്യാപകരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് പേരാണ് അനന്തുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലെത്തിയത്. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 11 മണിയോടെയാണ് അനന്തുവിന്റെ മൃതദേഹം വഴിക്കടവിന് സമീപം വെള്ളക്കട്ടയിലെ വീട്ടിലെത്തിച്ചത്. ഈ സമയം വൻ ജനാവലി വീട്ടിൽ അനന്തുവിനെ കാണാനായി തടിച്ചുകൂടി. അനന്ത് പഠിക്കുന്ന മണിമൂളി CKHSSലെ സഹപാഠികളും അധ്യാപകരും മൃതദേഹം കണ്ട് വിങ്ങിപ്പൊട്ടി. നാട്ടിൽ പ്രിയങ്കരനായിരുന്ന അനന്തുവിന്റെ വേർപാടിൽ ദുഃഖമടക്കാനാവാതെ ബന്ധുക്കളും കൂട്ടുകാരും പൊട്ടിക്കരഞ്ഞു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വെള്ളക്കട്ടയിലെ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. അതേസമയം സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് സ്വദേശിയായ വിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ സെക്ഷൻ ആപ്റ്റായിട്ടുള്ള സെക്ഷൻ കൂടെ ആഡ് ചെയ്യും. പ്രതിനെ രാവിലെ തന്നെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കി കോടതിയിൽ ഹാജരാക്കും. പന്നിയെ കെണിവെച്ച് പിടികൂടി മാംസവ്യാപാരം നടത്തുന്ന വ്യക്തിയാണ് അറസ്റ്റിലായ വിനീഷ്. ഇയാൾക്കെതിരെ നിരന്തരം പരാതിപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അതിനിടെ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP C. അലവിക്കാണ് അന്വേഷണ ചുമതല. അമൃത ന്യൂസ്, മലപ്പുറം. പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് 10-ാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന വനം മന്ത്രിയുടെ പ്രസ്താവന വിവാദമാക്കിയിട്ടുണ്ട്. വനം മന്ത്രി മാപ്പു പറയണമെന്ന് UDF ആവശ്യപ്പെട്ടു. കുട്ടിയുടെ മരണം വന്യമൃഗ സംഘർഷം മൂലമല്ലെന്ന് PV അൻവർ ആരോപിച്ചു. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. KSEB ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ച് പന്നിക്കണി ഒരുക്കിയതിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് UDF പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ വിവാദ പ്രസ്താവനയുമായി വനമന്ത്രി AK ശശീന്ദ്രൻ രംഗത്തുവന്നു. പന്നിക്കണി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒരുക്കിയതാണെന്ന് സംശയമുണ്ടെന്ന ശശീന്ദ്രന്റെ പ്രസ്താവനയാണ് വിവാദമായത്. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരമൊരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത്. മറ്റൊരു ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല, ഉടമസ്ഥൻ അറിയില്ല. അപ്പം ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ
അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തികച്ചും ദൗർഭാഗ്യകരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതിത്ര പെട്ടെന്ന് വാർത്തയാക്കുകയും രാഷ്ട്രീയായുധമാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടും, സ്വാഭാവികമായിട്ട് പരിശോധിക്കപ്പെടും. ഇമാതിരിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന നില ശരിയായ നിലപാടല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന സംഘമുണ്ട്. എന്തായാലും നിരുത്തരവാദിത്വപരമായ പ്രസ്താവന നടത്തിയ മന്ത്രി AK ശശീന്ദ്രൻ മാപ്പ് പറയണമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ആവശ്യപ്പെട്ടു. ഒരു മന്ത്രി ഇത്രമാത്രം നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത് മുഴുവൻ നിലമ്പൂരുകാരെ വേദനിപ്പിക്കുകയാണ്. എനിക്ക് ആ കാര്യമാണ് പറയേണ്ടത്. ഗൂഢാലോചനയുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ വനം മന്ത്രി മാപ്പ് പറയണമെന്നും PV അൻവർ. മന്ത്രി പറഞ്ഞ ആ കാര്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പോലീസും സൗകര്യങ്ങളും എല്ലാം ഉള്ളത് ഈ ഗവൺമെൻറ് കയ്യിലാണല്ലോ. അടിയന്തരമായി ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ല, അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ലെങ്കിൽ മന്ത്രി അതിന് മാപ്പ് പറയണം. മന്ത്രിയും അത് വോട്ടാക്കാൻ രാഷ്ട്രീയം കളിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ട് അതിനൊന്നും നടപടി എടുത്തിട്ടില്ല. അതാണ് വിദ്യാർത്ഥിയുടെ അതിദാരുണമായ മരണം രാഷ്ട്രീയ ആയുധമാക്കി ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ കക്ഷികൾ പ്രചരണ രംഗത്ത് സജീവമാകുമ്പോഴും വന്യമൃഗശല്യവും മൃഗവേട്ടയുമൊന്നും തടയാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമൃത ന്യൂസ്, നിലമ്പൂർ. പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വനം മന്ത്രി ഗൂഢാലോചന കുറ്റം ആരോപിച്ചത് ഹീനമായ പ്രവൃത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത്രയും വൃത്തികെട്ട ആരോപണം മന്ത്രി പിൻവലിക്കണം, മന്ത്രി രാജിവെക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. അതേസമയം രാജ്ഭവനെ RSS പ്രചാരണ കേന്ദ്രമാക്കുന്നതിനെ തടയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുഞ്ഞു മരിക്കാനിടയായ സംഭവം ഭയങ്കര ദൗർഭാഗ്യകരമാണ്. അതിയായ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ, വന്യജീവി ആക്രമണ കാര്യങ്ങളിൽ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു വനം മന്ത്രി ഒരു കാര്യവും ഇതുവരെ ചെയ്യാതെ വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തുകൊണ്ട്, വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണല്ലോ. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുക. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിക്കുന്നത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇറങ്ങി പുറത്തു പോകണം. എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത്? തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന വൃത്തികെട്ട, ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ് ഈ വനം മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. അനന്തുവിന്റെ മരണം ദൗർഭാഗ്യകരമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടണം. വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ പരാമർശം ശരിയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അനന്തുവിന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അടൂർ പ്രകാശ്. ഇന്ന് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖല എന്നുള്ള നിലയിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സർക്കാരിൻ്റേതാണ്. സർക്കാർ അത്തരം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതെ കണ്ട് ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഇന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം പറഞ്ഞാൽ വനം വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ അദ്ദേഹം അത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അനന്തുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ഉപരോധം സംഘടിപ്പിച്ച കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഒരു മരണമുണ്ടായാൽ അതിനെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് വിജയരാഘവൻ കുറ്റപ്പെടുത്തി. ഇന്നലെ നിലമ്പൂരിൽ ടൗണിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ വിജയരാഘവന്റെ വാഹനം തടഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഹൃദയമില്ലാത്തവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തിയത്. ഇത് ഏത് തരം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് സംശയം തോന്നും. പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിലയിലുള്ള തെറ്റായ
പ്രവർത്തന ശൈലിയുടെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ് എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ പെരുമാറിയത്. അനന്തുവിന്റെ മരണം രാഷ്ട്രീയ പ്രശ്നമല്ല, മാനുഷിക പ്രശ്നമാണെന്ന് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം, ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാനുഷിക പ്രശ്നം തന്നെയാണ്. ഈ കാര്യത്തിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി മാനുഷിക പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ അധികാരികൾ ശ്രമിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. കാരണം ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കുന്നത് ഇവിടെ നാട്ടുകാർ ഈ അപകട സാധ്യതകളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ സുരക്ഷാ ക്രമീകരണം നടത്തണം, കേബിൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നു. മന്ത്രി AK ശശീന്ദ്രൻ നടത്തിയത് തരം താണ പ്രസ്താവനയാണെന്നും നിലമ്പൂരിൽ ജയിക്കാൻ UDF ഇത്തരം തറക്കളി കളിക്കില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കരുത്. ഇത്രയും ഉത്തരവാദിത്വമില്ലാത്ത വനം മന്ത്രി ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് വന്യമൃഗശല്യമുണ്ടെന്ന ബോധം മുഖ്യമന്ത്രിക്കുണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിൽ ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിപ്പോൾ ഇവിടെ ഇതിനെ രാഷ്ട്രീയ വിഷയമാക്കാനൊന്നും UDF ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ എന്ത് വന്നാലും ജയിക്കും. ഗോവിന്ദൻ മാഷും അവസാനം വനം മന്ത്രിയും ഇത് UDFൻ്റെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും വനം മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും തരം താണ സ്റ്റേറ്റ്മെൻറ്റായിപ്പോയി. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്തൊരു വനമന്ത്രി ഉണ്ടായിട്ടില്ല. ശശീന്ദ്രനൊക്കെ ഒരുപാട് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. കോൺഗ്രസ് പാരമ്പര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ ഒരു പിഴവിനെ എങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്? വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം വന്യജീവി മനുഷ്യ സംഘർഷമല്ലെന്ന് PV അൻവർ. വന്യജീവി ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്നും 3000 കോടി തന്നാൽ താൻ പ്രശ്നം പരിഹരിച്ചു തരാമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും മരുമകൻ്റെയും ഫോട്ടോ വെക്കാനേ 4 കൊല്ലത്തെ 15 കോടി 60 ലക്ഷം റുപ്യ ബോർഡ് വെക്കാൻ, ഹോർഡിങ് വെക്കാൻ ചിലവാക്കിയ ഗവൺമെൻറ്റാണ് 4ാം വാർഷികം പൊടിക്കാൻ 200 കോടി റുപ്യ ചിലവാക്കിയത്. ഇതിനൊക്കെ ഇതിൽ പൈസ ഉണ്ട്. വെറും 3000 കോടി റുപ്യ എൻ്റെ കയ്യിൽ തന്നാൽ, അതിന് കണക്ക് നോക്കാൻ 2 ആളെയും തന്നാൽ ഈ പ്രശ്നം ഞാൻ തീർക്കൊടുത്തോളൂ. ഫെൻസിങ് വരിക സിഗ്സാഗ് സ്റ്റൈലിലാണ്. 3000 കോടി റുപ്യ ഉണ്ടെങ്കിൽ കേരളത്തിലെ ഈ 1.5 കോടി ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും. 489 പഞ്ചായത്ത്, ആകെ 1000 പഞ്ചായത്താണ് കേരളത്തിലുള്ളത്. അതിൽ 489 പഞ്ചായത്ത് വനാതിർത്തി പങ്കിട്ടാൽ പോണത്. ഒന്നും ഈ ഗവൺമെൻറ് ചെയ്യൂല. ഇത് വസ്തുതാപരമാണ്. ഇപ്പോൾ 6 മാസം മുമ്പ് ഇവിടെ ഒരു കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞൊരു ഒരു പയ്യൻ ഈ എന്ന് പുത്തിരിപ്പാടം 6 മാസം മുമ്പ് ഇതേപോലെ ഷോക്കേറ്റ് മരിച്ചല്ലോ. ആകെ തൊഴിലാളിക്ക് ആ അമ്മയ്ക്കൊരു മകൻ മാത്രമേ ഉള്ളൂ. അന്ന് എന്തേ പേരാരും വരാഞ്ഞത്? അന്നൊക്കെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥികൾ പറയുമ്പം എൻ്റെ ഹൃദയത്തിൻ്റെ നോവ് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ആരവരെന്ന് എന്ത് ഹൃദയനോവ് അവർക്കുണ്ടായിട്ടുള്ളതിന് മുമ്പ്? അപ്പം അത്രയേ ഉള്ളൂ. ഈ മനുഷ്യൻ മരിച്ച് വീണ് ഇങ്ങനെ അവസാനിക്കുന്നത്. നിലമ്പൂരിലെ അനന്തുവിന്റെ മരണം ചിലർ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രാകൃത ശൈലിയാണിത്. നിലമ്പൂരിൽ UDFനെ കാത്തിരിക്കുന്നത് ദയനീയ പരാജയമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം ഭാരത് മാതാ വിഷയത്തിൽ CPI നിലപാടിനെ MV ഗോവിന്ദൻ തള്ളിപ്പറയുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറം മമ്പാട് കൂളിക്കലിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. കൂളിക്കൽ സ്വദേശികളായ കബീർ, യൂനൂസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കബീറിന്റെ പരിക്ക് ഗുരുതരമാണ്. രാവിലെ 8 മണിയോടെയായിരുന്നു ആക്രമണം. ഇരുവരും തോട്ടിൽ കുളിക്കാൻ പോയതായിരുന്നു. പരിക്കേറ്റ കബീറിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ 2 കിലോമീറ്റർ അപ്പുറത്ത് മമ്പാട് നടുവക്കാട് 3 പേർക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് മലപ്പുറത്തെ മലയോര മേഖല. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 5 പേർക്കാണ് പരിക്കേറ്റത്. അതേസമയം മാസ് കോമ്പിംഗ് നടത്തിയിട്ടും കാളിക്കാവിലെ നരഭോജി കടുവയെ കണ്ടെത്താനായില്ല.
നിലമ്പൂരിനടുത്ത് മമ്പാടാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റത്. മമ്പാട് സ്വദേശികളായ ജാനകി, അസൈനാർ, സുഹറാബി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാനകിയുടെ വീട്ടുമുറ്റത്ത് വെച്ചാണ് പന്നി ആക്രമിച്ചത്. നിലമ്പൂരിനടുത്ത് പാലപ്പറമ്പിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് മറിഞ്ഞതിനെ തുടർന്ന് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് വ്യാപകമായി കൃഷിനാശവും വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ ആഴ്ചകൾ പിന്നിട്ടിട്ടും പിടികൂടാനായില്ല. 60 ദൗത്യസംഘം ആഴ്ചകളായി തിരഞ്ഞിട്ടും കടുവയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ 2 ദിവസങ്ങളിലായി പ്രദേശത്ത് വിപുലമായ പരിശോധന നടത്തി. സംസ്ഥാന വനപരിശീലന കേന്ദ്രത്തിലെ ട്രെയിനികൾ, ഈസ്റ്റേൺ സർക്കിളിൽ വിവിധ ഡിവിഷനുകളിലെ 160ഓളം ജീവനക്കാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് മേഖലയിൽ വ്യാപക പരിശോധന നടത്തിയത്. എന്നാൽ കിലോമീറ്ററുകളോളം തിരച്ചിൽ നടത്തിയിട്ടും കടുവയുടെ സാന്നിധ്യമോ കാൽപ്പാടുകളോ കണ്ടെത്താൻ സാധിച്ചില്ല. 60 ദൗത്യസംഘം നാളെയും തിരച്ചിൽ തുടരും. കടുവ ഭീഷണി കാരണം ആഴ്ചകളായി ജോലിക്ക് പോകാൻ കഴിയാത്ത പ്രദേശത്തെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. തിരുവനന്തപുരം പാലോട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ടാപ്പിംഗ് തൊഴിലാളികളായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. ഇളവട്ടം സ്വദേശി ഗ്ലോറി, ഭർത്താവ് ജോസ് എന്നിവർ സ്കൂട്ടറിൽ റബ്ബർ തോട്ടത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ആലുംമൂട് പാലത്തിന് സമീപം വെച്ച് വാഹനത്തിൽ കാട്ടുപന്നി ഇടിക്കുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ 4:30ക്കാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഗ്ലോറിയെ ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത്. കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. സ്വരാജിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് മന്ത്രിമാരുടെ നീണ്ട നിര. 13-ന് മുഖ്യമന്ത്രി എത്തുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിൽ എത്തും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് NDA പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വാശിയേറിയ പ്രചാരണമാണ് നിലമ്പൂരിൽ മുന്നണികൾ കാഴ്ചവെക്കുന്നത്. വീടുകളും കടകളും കയറിയുള്ള പ്രചാരണ ചൂട് മുൻപെങ്ങുമില്ലാത്ത വിധം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നു. കരുളായി പഞ്ചായത്തിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണം. പ്രധാന കേന്ദ്രങ്ങളെല്ലാം സ്ഥാനാർത്ഥിക്കായി സ്വീകരണം ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിമാരുടെ നീണ്ട നിരയാണ് M സ്വരാജിന് വേണ്ടി വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലുണ്ടാവുക. പ്രധാന വ്യക്തികളെ കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ ഷൗക്കത്തിനു വേണ്ടി പ്രചരണത്തിനെത്തും. എടക്കരയിലും പരിസര പ്രദേശങ്ങളിലുമാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചരണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് മലയോര മേഖലകളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് ചോദിക്കുന്നത്. വീടുകളിലും കടകളിലും കേന്ദ്രീകരിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചരണം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമെന്ന നിലയിൽ സംഘടനാ സംവിധാനം പൂർണ്ണമായും നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മുന്നണികൾ. അമൃത ന്യൂസ്, മലപ്പുറം. ഭാരത് മാതാ സങ്കല്പം വിവാദമാക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ആ സങ്കല്പത്തെ കാണാനാകണമെന്നും ഗവർണർ പറഞ്ഞു. ഭാരത് മാതയ്ക്ക് ജയ് വിളിക്കാൻ മടിച്ചു നിന്നവരെ കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിച്ചതിന് ഗവർണർക്ക് നന്ദിയെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും പ്രതികരിച്ചു. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ നടന്ന മൻ കി ബാത്ത് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. ഭാരതാംബ വിവാദത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഗവർണർ. ഒരമ്മയുടെ മക്കളായ സഹോദരി സഹോദരന്മാരെന്ന് പ്രതിജ്ഞ ചൊല്ലി വളരുന്നവരാണ് ഭാരതീയർ. ഭാരത് മാതയെ തർക്ക വിഷയമാക്കുന്നത് ദൗർഭാഗ്യകരമെന്നും ഗവർണർ പറഞ്ഞു. My only thing is that Bharat Mata cannot be a issue for debate. It cannot be issue for a discussion also. How it can be? Can my mother be a topic for discussion? How it can be? My mother is mother. It is above everything. My Bharat Mata is above everything, beyond everything. You may be having your different thoughts, different ideology, but we are brothers. We are sisters. That particular issue has to be there in our mind. ആദ്യം രാജ്യം എന്നതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം. അതുതന്നെയാണ് ഗവർണർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് V മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഇത്രയും കാലം ഭാരത് മാതാ കി ജയ് വിളിക്കാൻ സംശയിച്ചു നിന്നിരുന്ന ആളുകളടക്കം ഇപ്പോൾ കൂട്ടമായി ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് മീ ഓൾസോ താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള to bring for bringing this nation first approach.
നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ നടന്ന മൻ കി ബാത് ക്വിസ് ചാമ്പ്യൻഷിപ്പ് വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് ഗവർണർ വിവാദ വിഷയത്തിൽ പ്രതികരിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന പ്രക്രിയ മുതൽ പോളിംഗ് ശതമാനത്തിൽ വരെ അട്ടിമറി ഉണ്ടായിരുന്നുവെന്ന് രാഹുലിന്റെ വിമർശനം. സമീപകാലത്ത് നടന്ന മുഴുവൻ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നാണ് പ്രധാന ആവശ്യം. വോട്ടർ പട്ടിക, പോളിംഗ് ശതമാനം അടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാക്കി സംശയം അകറ്റണമെന്നും രാഹുൽ പറയുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പോളിംഗ് ശതമാനം ഉയർന്ന ഇടങ്ങളിൽ കോൺഗ്രസ് സഖ്യവും വിജയിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരിൽ പകുതിയോളം കന്നി വോട്ടർമാരായിരുന്നുവെന്നും ഫട്നാവിസ് ചൂണ്ടിക്കാട്ടി. ഇടുക്കിയിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. കുഴിയിൽ കടുവയ്ക്കൊപ്പമുണ്ടായിരുന്ന നായയെയും മയക്കുവെടി വെച്ച് പുറത്തെത്തിച്ചു. ഇടുക്കി ചിലാർകോവിൽ മെട്ട് ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയാണ് വനംവകുപ്പ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് പിടികൂടിയത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് അണക്കര ചെല്ലാർ കോവിൽമെട്ട്. കടുവയുടെ സാന്നിധ്യമുള്ള മേഖലയല്ല ഇതെന്ന് നാട്ടുകാർ പറയുന്നു. വയലിൽ സണ്ണി എന്ന ആളുടെ തോട്ടത്തിലെ ചവറും മറ്റും ഇടുന്നതിനായി ഉണ്ടാക്കിയ കുഴിയിലാണ് കടുവ വീണത്. ഞായറാഴ്ച പുലർച്ചെ നായയുടെ കുര കേട്ടാണ് സണ്ണി കുഴിയിൽ നോക്കിയത്. പിന്നാലെ ഇയാൾ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. കുഴിയിൽ കടുവയോടൊപ്പം നായയും വീണിരുന്നു. നായയെ ഓടിച്ചു വന്ന വഴിക്കായിരിക്കാം കടുവ കുഴിയിലേക്ക് വീണതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നുള്ള മൃഗഡോക്ടറും വനപാലകരും എത്തിയാണ് കടുവയെ മയക്കുവെടി വെച്ചത്. RRT ബന്ധപ്പെട്ട ജീവനക്കാരെത്തി, ഡോക്ടർ എത്തി. അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ട്രാങ്കുലൈസ് ചെയ്തു. ടൈഗറിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത്. ആരോഗ്യസ്ഥിതി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രസന്റ് കണ്ടിട്ട് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഒരു പട്ടിയും ഉണ്ടായിരുന്നു, കിണറ്റിൽ കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പട്ടിയെ ചേസ് ചെയ്ത് വന്ന സമയത്ത് കിണറ്റിൽ വീണതാവാം. കൂട്ടിൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവ സങ്കേതത്തിലെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി. പരിശോധനകൾക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ തന്നെ തുറന്നുവിടും. നായയും കുഴിയിലുണ്ടായിരുന്നതിനാൽ പേവിഷബാധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമായിരിക്കും കടുവയെ വനത്തിൽ തുറന്നുവിടുക. അമൃത ന്യൂസ്, ഇടുക്കി. മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ, ദൗബൽ, ബിഷ്ണുപൂർ, കാച്ചിങ് ജില്ലകളിലാണ് ഇന്റർനെറ്റ് റദ്ദാക്കിയത്. മെയ്തൈ സംഘടനയായ ആരംഭായി തെങ്കോലിന്റെ നേതാവ് കനാൻ സിംഗിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് സംഘർഷം ആരംഭിച്ചത്. ഇയാളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം അക്രമത്തിലേക്ക് പോകുമെന്ന വിലയിരുത്തലിലാണ് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇംഫാലിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുകയും റോഡിൽ ടയറുകൾ കത്തിക്കുകയും ചെയ്തു. തൃശൂർ വരന്തരപ്പള്ളിയിൽ ഭർത്താവ് യുവതിയെ കൊലപ്പെടുത്തി. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന 34-കാരിയായ ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവായ കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. നെഞ്ചുവേദന മൂലം ഭാര്യ മരിച്ചെന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളെ അറിയിച്ചത്. ഇൻക്വസ്റ്റിനിടെ സംശയം തോന്നിയ പോലീസ് കുഞ്ഞുമോനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കൊലപാതകമെന്ന് വ്യക്തമായത്. സംശയമാണ് കൊലപാതക കാരണമെന്ന് സൂചന. ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ പണം തട്ടിയെടുത്ത സംഭവത്തിൽ കുടുംബം വലിയ മാനസിക പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന നടൻ ജി കൃഷ്ണകുമാർ. കേസ് വേണ്ടെന്നാണ് ആദ്യം കരുതിയത്. നിവർത്തികേട് കൊണ്ടാണ് വീഡിയോ പുറത്തുവിട്ടതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതിനിടെ കൃഷ്ണകുമാറിനെതിരെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIRലെ വിവരങ്ങളും പുറത്തുവന്നു. ദിയാകൃഷ്ണയുടെ സ്ഥാപനമായ ഓബയോസിയിൽ ജീവനക്കാരായിരുന്ന 3 വനിതാ ജീവനക്കാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് സമ്മതിക്കുന്ന വീഡിയോ ഇന്നലെ രാത്രിയോടെയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. 69 ലക്ഷത്തിലധികം രൂപയുടെ കൃത്രിമം 3 വനിതകൾ ചേർന്ന് നടത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ പറയുന്നു. പണം നഷ്ടപ്പെട്ട ആൾക്കേ അതിന്റെ വേദന മനസ്സിലാകൂ എന്നും അതുകൊണ്ടാണ് ഈ രീതിയിൽ വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്തതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അവർ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ, ഈ 3 കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് അന്വേഷിച്ചാൽ അങ്ങോട്ട് പൈസ പോയിട്ടുണ്ടോ, അവർ എടുത്തിട്ടുണ്ടോ, ഇത് തെളിയിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അത് പോലീസ് അന്വേഷിക്കും, കണ്ടെത്തുന്നുള്ളതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയും. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയൂ, എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്കുണ്ടോ പറയൂ, നിങ്ങളത് പറയണം.
നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത്. പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കണമെന്നും ജി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. കൃഷ്ണകുമാറിന്റെയും ജീവനക്കാരികളുടെയും പരാതി SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. അതിനിടെ കൃഷ്ണകുമാറിനെതിരെ പോലീസ് എടുത്ത കേസിലെ FIRലെ വിവരങ്ങൾ പുറത്തുവന്നു. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ലൈംഗിക ചുവയോട് സംസാരിച്ച് പരാതിക്കാരുടെ വസ്ത്രങ്ങൾ പിടിച്ചുവലിച്ചുവെന്നും FIRലുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കേസ് തെളിയിക്കുമെന്ന് മ്യൂസിയം പോലീസ് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടൻ മോഹൻലാലിന്റെ അമ്മാവൻ ഗോപിനാഥൻ നായർ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. മോഹൻലാലിന്റെ അമ്മയുടെ മൂത്ത സഹോദരനാണ്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് അമൃതപുരിയിൽ നടക്കും. നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരിയുടെ മൂത്ത സഹോദരനാണ് ഗോപിനാഥൻ നായർ. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ ജനറൽ മാനേജറായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ അമൃതപുരിയിലായിരുന്നു അന്ത്യം. മോഹൻലാൽ എന്ന പേരും പ്യാരിലാൽ എന്ന ജ്യേഷ്ഠന്റെ പേരും ഇട്ടത് അമ്മാവൻ ഗോപിനാഥൻ നായരാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഭക്തനും ആശ്രമത്തിലെ സജീവ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 14 വർഷമായി ഗോപിനാഥൻ നായരും സഹധർമ്മിണി രാധാഭായിയും അമൃതപുരി ആശ്രമത്തിലെ അന്തേവാസികളാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് ഏറെ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ച വ്യക്തി കൂടിയായിരുന്നു ഗോപിനാഥൻ നായർ. ലളിതമായ ഇടപെടലുകളിലൂടെ എല്ലാ മേഖലയിലും സൗഹൃദങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അച്ഛന്റെ സുഹൃത്തെന്ന നിലയിലുള്ള പരിചയമായിരുന്നു ഗോപിനാഥൻ നായരുമായുള്ള അടുപ്പത്തിന്റെ തുടക്കമെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ പറഞ്ഞു. പിന്നീട് ഒരു ഗുരുനാഥൻ എന്ന നിലയിലേക്കും സുഹൃത്ത് എന്ന നിലയിലേക്കും ആ ബന്ധം വളർന്നതായി അദ്ദേഹം ഓർമ്മിച്ചു. ബന്ധത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തെന്നുള്ള രീതിയിലാണ്. രണ്ടുപേരും സഹകരണ വകുപ്പിലായിരുന്നു ജോലി. അപ്പോൾ പല കാര്യങ്ങൾക്കും ഗോപിച്ചേട്ടൻ വീട്ടിൽ വരും. ഗോപിച്ചേട്ടൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു ആത്മബന്ധം അദ്ദേഹമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങൾക്കുണ്ട്. ആത്മീയ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളായിരുന്നു സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയങ്ങളിലേക്ക് അടുപ്പിച്ചത്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ കോളേജ് ലെക്ചററാണ് ഏകമകൾ ഗായത്രി. സംസ്കാര ചടങ്ങുകൾ അമ്മയുടെ സാന്നിധ്യത്തിൽ അമൃതപുരി ആശ്രമത്തിൽ നടക്കും. അമൃത ന്യൂസ്, കൊല്ലം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം നടത്തി. 275 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാകുംഭാഭിഷേകം നടത്തിയത്. ആയിരങ്ങളാണ് ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. ക്ഷേത്ര ശ്രീകോവിലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് മഹാകുംഭാഭിഷേകം നടത്തിയത്. മുഖ്യതന്ത്രി ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. 1750 ക്ഷേത്രം നവീകരിച്ച് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൃപ്പടിദാനം നടത്തിയതിനു ശേഷം ഇതാദ്യമായാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടക്കുന്നത്. ആത്മീയ ഊർജം ശക്തിപ്പെടുത്തുകയും ശ്രീകോവിലിന്റെ പവിത്രത പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ചടങ്ങുകളുടെ ലക്ഷ്യം. ശ്രീകോവിലിന് സമീപത്തെ വിശ്വക്സേന ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും നടത്തി. ശ്രീ പത്മനാഭസ്വാമിയുടെ പാദത്തിനു താഴെയാണ് വിശ്വക്സേനയുടെ വിഗ്രഹവും ക്ഷേത്രവുമുള്ളത്. കടുശർക്കര യോഗത്തിലാണ് വിഷ്ണുവിന്റെ ഉപരൂപമായ വിശ്വക്സേന വിഗ്രഹം പുനർനിർമ്മിച്ചത്. ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ച 3 താഴികക്കുടങ്ങളിലും കലശങ്ങളാടി. ഓരോ താഴികക്കുടത്തിലും 25 കിലോ വീതം ഞവര നെല്ലാണ് നിറച്ചിട്ടുള്ളത്. വിശ്വക്സേന വിഗ്രഹത്തിന്റെ പുനർനിർമ്മാണം നടത്തിയത് ശില്പി ശിവഗംഗ തിരുക്കോഷ്ടിയൂർ മാധവന്റെ നേതൃത്വത്തിലായിരുന്നു. മഹാകുംഭാഭിഷേക ചടങ്ങുകളിൽ എട്ടരയോഗക്കാർ, പുഷ്പാഞ്ജലി സ്വാമിയാർ, ക്ഷേത്രം സ്ഥാനി തുടങ്ങിയവർ സംബന്ധിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായ വ്യവസായിയാണ് സാബു ജേക്കബ് എന്ന മന്ത്രി P രാജീവ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ താൽപര്യമുണ്ട്. കിറ്റക്സ് വളർന്നത് കേരളത്തിൽ നിന്നല്ലേ എന്നും മന്ത്രി ചോദിച്ചു. സമാധാനം കിട്ടണമെങ്കിൽ അവനവൻ കൂടി വിചാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും. പിന്നെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങളാണ്. അതാണ് വ്യവസായ നയത്തിന്റെ പ്രധാനപ്പെട്ടത്. 22 പ്രയോറിറ്റി ഏരിയകളുണ്ടായി. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിൽ ഓടിക്കുന്നു എന്ന് നിങ്ങൾ ടൈറ്റിൽ ഇടുമ്പോൾ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും ഇപ്പോൾ ആ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയോ? ചെറിയ അലൂമിനിയം കമ്പനി 6 പേരെ വെച്ചുണ്ടാക്കിയത് ഇന്ന് കേരളത്തിലുമല്ല പുറത്തും സ്ഥാപനം നടത്താനും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി ആയത് ഇവിടെ തന്നെ പ്രവർത്തിച്ചിട്ടല്ലേ? കേരളത്തിലെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയതാണ് തൃശൂർ അന്തിക്കാട്ടെ കരിങ്കൊടിച്ചകരി തൊഴിലാളി സമരം. 70 വർഷങ്ങൾക്കിപ്പുറം സമരത്തിൽ സജീവമായി നിലകൊണ്ട ജീവിച്ചിരിക്കുന്ന തൊഴിലാളികളെ ആദരിച്ചു. CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിന്റെയും ജന്മശതാബ്ദിയുടെയും ഭാഗമായാണ് ആദരവ് ഒരുക്കിയത്.
1955 കരിക്കൊടി ചെകിരി തൊഴിലാളി സമരം നടക്കുന്നത്. മുറ്റിച്ചൂർ മുതൽ കണ്ടശാങ്കട് വരെയുള്ള അന്തിക്കാടിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ 2000-ഓളം ചെത്ത് തൊഴിലാളികളാണ് അക്കാലത്ത് ജോലി ചെയ്തിരുന്നത്. തൊണ്ടു തല്ലുന്നവർക്ക് 1 രൂപ 2 അണയും തൊണ്ട് കുഴിയിൽ നിന്നെടുക്കുന്നവർക്ക് 2 രൂപ 8 അണയുമായിരുന്നു നിയമാനുസൃതമായ കൂലി. എന്നാൽ ന്യായമായ കൂലിയും ആനുകൂല്യങ്ങളും ലഭിക്കാതായതോടെയാണ് ചെകിരി തൊഴിലാളി യൂണിയൻ രൂപീകരിക്കുന്നത്. സമരം രൂക്ഷമായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് നേതൃത്വം സമരം ഏറ്റെടുത്തു. 255 പുരുഷന്മാരും 163 സ്ത്രീകളും അന്ന് പ്രതികളായി ജയിലിൽ അടയ്ക്കപ്പെട്ടു. അന്തിക്കാട് നടന്ന ചടങ്ങിൽ വെച്ച് സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ ആദരിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷനായി. ഈ അന്തിക്കാട് എന്ന് പറയുന്ന പ്രദേശ ഏനാമോ പെരിങ്ങോട്ടുകര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അടയാളപ്പെടുത്തിയ ഏറ്റവും ഐതിഹാസികമായ സമരം നടന്ന ഒരു വിപ്ലവം അന്നാണ്. 103 വയസ്സുള്ള ഭാർഗവി, കൊച്ചത്ത് ഹൈമാവതി, നാരായണി, നാരായണിയുടെ പുത്രൻ സത്യൻ തുടങ്ങി 13 പേരെയാണ് ആദരിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞു. കാറുമായി ഇടിച്ചാണ് ചാവക്കാട് സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞത്. വാഹനത്തിൽ 16 പേരുണ്ടായിരുന്നു. പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടൻ ഉണ്ണി മുകുന്ദനെതിരായ മുൻ മാനേജർ വിപിന്റെ പരാമർശത്തിൽ നടപടിയെടുക്കുമെന്ന് ഫെഫ്ക. കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയെ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ വിപിൻ മാധ്യമങ്ങൾക്ക് നൽകിയെന്നും വിപിനുമായി സംഘടന ഒരു രീതിയിലും സഹകരിക്കില്ല എന്ന് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ വെച്ച ഫെഫ്കയുടെയും അമ്മയുടെയും നേതൃത്വങ്ങൾ ഉണ്ണി മുകുന്ദനും വിപിനും തമ്മിലുള്ള തർക്കം പരിഹരിച്ചിരുന്നു. എന്നാൽ ചർച്ചയിലെ ധാരണകൾക്ക് വിപരീതമായി വിപിൻ ഒരു ദൃശ്യമാധ്യമത്തിന് തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ നൽകിയത് തികഞ്ഞ അച്ചടക്ക ലംഘനമാണെന്നാണ് ഫെഫ്കയുടെ വിലയിരുത്തൽ. ചർച്ചയിൽ ഉണ്ണി മുകുന്ദൻ മാപ്പു പറഞ്ഞു എന്ന വിപിൻ കുമാറിന്റെ അവകാശവാദം ശരിയല്ലെന്നും ഫെഫ്ക വ്യക്തമാക്കി. ധാരണാലംഘനം നടത്തിയ സാഹചര്യത്തിൽ വിപിനുമായി യാതൊരു രീതിയിലും സഹകരിക്കില്ലെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നുമാണ് ബി ഉണ്ണികൃഷ്ണൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ശനിയാഴ്ചയാണ് അമ്മയുടെ ഓഫീസിൽ വെച്ച് ഫെഫ്കയുടെയും അമ്മയുടെയും നേതൃത്വങ്ങൾ ഉണ്ണി മുകുന്ദനും വിപിനും തമ്മിലുള്ള തർക്കം ചർച്ച ചെയ്തത്. ഇതിന്റെ ഫലമായി തർക്കങ്ങൾ പരിഹരിച്ചതായി സിനിമാ സംഘടനകൾ അറിയിച്ചിരുന്നു. ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടത് ചോദ്യം ചെയ്ത് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്നായിരുന്നു വിപിന്റെ പരാതി. മുഖത്തും തലയിലും നെഞ്ചിലും മർദ്ദിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും ആരോപണമുണ്ട്. എന്നാൽ ഈ ആരോപണം ഉണ്ണി മുകുന്ദൻ നിഷേധിച്ചു. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് DGPക്കും ADGPക്കും നടൻ പരാതി നൽകുകയും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസിനെ നേരിടും. വനിതാ ഫൈനലിൽ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കി അമേരിക്കയുടെ കൊക്കോ ഗോഫ്. സെമിയിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ കീഴടക്കിയാണ് ഇറ്റലിയുടെ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ഫൈനലിലെത്തിയത്. 24 തവണ ഗ്രാൻഡ് സ്ലാം നേടിയ ജോക്കോയ്ക്കെതിരെ സിന്നറിന്റെ തുടർച്ചയായ 4ാം വിജയമായിരുന്നു അത്. ഇറ്റാലിയൻ താരം ലോറൻസ് മ്യൂസെറ്റി പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസ് വാക്കോവറിലൂടെ ഫൈനലിലെത്തിയത്. ലോക 1-ാം നമ്പറും 2-ാം നമ്പറും നേർക്കുനേരെത്തുമ്പോൾ മത്സരം തീപാറുമെന്ന് ഉറപ്പ്. 41 വർഷത്തിനു ശേഷമാണ് റാങ്കിങ്ങിൽ ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളവർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്.